ഫെബ്രുവരി 1-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഭരണഘടനയുടെ 112-ാം അനുച്ഛേദമനുസരിച്ച് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യമാണ് ബജറ്റ് അവതരണം. അടുത്ത ഒരു വർഷത്തേക്കുള്ള വെറും ഒരു കണക്കവതരണം മാത്രമല്ല ബജറ്റ്. രാജ്യത്തിൻ്റെ ദീർഘകാല അഭിലാഷങ്ങളിലേക്കുള്ള വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള തുടരുന്ന യാത്രയാണത്. കേന്ദ്ര ബജറ്റിൻ്റെ തയ്യാറെടുപ്പ് ഓഗസ്റ്റ്-സെപ്റ്റംബർ മാസത്തോടെ ആരംഭിക്കും. ബൃഹത്തായ ഡാറ്റകളുടെ പരിശോധന, വിവിധ മന്ത്രാലയങ്ങളുമായുള്ള ചർച്ചകൾ, സാമ്പത്തിക ആസൂത്രണം എന്നിവയെല്ലാമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. സാമ്പത്തികകാര്യ മന്ത്രാലയം വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും മറ്റും പ്രതീക്ഷിത വരവ് ചെലവുകൾ ആവശ്യപ്പെട്ട് ബജറ്റ് സർക്കുലർ ഇറക്കുന്നതോടെയാണ് ബജറ്റ് നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുക. വിവരങ്ങൾ ലഭിച്ച ശേഷം സാമ്പത്തികകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഇവ വിലയിരുത്തുകയും ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിതി ആയോഗ്, വിവിധ മന്ത്രാലയങ്ങൾ, സാമ്പത്തിക ഉപദേശകർ എന്നിവരുമായി ചർച്ച നടത്തി വരുമാനവും ചെലവും മുൻഗണനാ മേഖലകളും തീരുമാനിക്കുകയും ചെയ്യും. വിശദമായ ചർച്ചകൾക്കും പരിശോധനകൾക്കും ശേഷം കരട് ബജറ്റ് രേഖ കേന്ദ്ര ക്യാബിനറ്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും അംഗീകാരത്തിനെത്തും. ബജറ്റ് അവതരണത്തിന് ഏകദേശം 10 ദിവസം മുൻപ് ബജറ്റെല്ലാം തയ്യാറാക്കിയതിൻ്റെ സന്തോഷത്തിൽ ധനമന്ത്രാലയത്തിൽ ഹൽവ പാചകം ചെയ്യും. ഇതിന് പിന്നാലെ ബജറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അജ്ഞാതവാസം നോർത്ത് ബ്ലോക്കിൽ ആരംഭിക്കും. ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോരാതിരിക്കാനാണ് ഇപ്രകാരം ഉദ്യോഗസ്ഥരെ ബന്ദോബസ്താക്കുന്നത്. ബജറ്റ് അവതരണ ദിവസം വരെ ഇവരെല്ലാം രഹസ്യവാസം തുടരണം. 2017 മുതൽ ഫെബ്രുവരി 1-നാണ് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. പാർലമെന്റ് പാസാക്കിയ ശേഷം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 മുതൽ ബജറ്റ് ശുപാർശകൾ നടപ്പിലായി തുടങ്ങും.